എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. നാളെ വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള പ്രവേശനം വഴി അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ 5 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത്, ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നതെന്ന് കരുതുക. അതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് ഫീസ് അടച്ചുകൊണ്ട് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുന്നതും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും അത് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിന്നും നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ രണ്ടാമത്തെയോ മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയത് എന്ന് കരുതുക. ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് ചേരാനായിട്ട് ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചു. ഇനി ഹയർ ഓപ്ഷൻസ് ഒന്നും വേണ്ട എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസിനെ റിമൂവ് ചെയ്തുകൊണ്ട് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് ഫീസ് അടച്ച് നിങ്ങൾക്ക് സ്ഥിര പ്രവേശനം എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഇപ്പോൾ നിലവിൽ ലഭിച്ച ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തൃപ്തരല്ല, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടിയാൽ കൊള്ളാം, എന്നാൽ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ച ആ ഒരു സീറ്റ് താല്പര്യമുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് തൃപ്തരാണ്, എന്നാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ പോയിട്ട്, അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ ഏത് കോളേജിലാണോ കിട്ടിയത് അപ്പോൾ ആ ഒരു സീറ്റ് നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നിങ്ങളുടേതായിട്ട് അത് നിങ്ങൾക്കായിട്ട് താൽക്കാലികമായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പോളിടെക്നിക് അല്ലെങ്കിൽ IHRD, CAP, LBS എന്നിവയുടെയൊക്കെ കീഴിൽ വരുന്ന ഏതെങ്കിലും പോളിടെക്നിക് കോളേജുകളിലൊക്കെ പോവുക. അത് നിങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ഏത് പോളിടെക്നിക് കോളേജാണുള്ളത് അവിടെ പോയിട്ട് നിങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ, അതായത് അഡ്മിഷന് വേണ്ട എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ടെമ്പററി ആയിട്ട് തരിക. അതിനുശേഷം ടെമ്പററി അഡ്മിഷൻ തന്ന ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ രേഖകളും തിരിച്ച് തരും. ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഹയർ ഓപ്ഷനിലേക്ക് ഒരു ഉദാഹരണത്തിന് 3ാമത്തെ ഓപ്ഷനിലേക്ക് കിട്ടിയെങ്കിൽ ആദ്യം ഇവിടെ ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് പുതുതായിട്ടുള്ള ആ ഒരു സ്കൂളിൽ, അതായത് പോളിടെക്നിക് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല, 5ാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് ഉള്ളത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ഒരു 5ാമത്തെ ഓപ്ഷൻ ലഭിച്ച അവിടെ തന്നെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള അതേ കോളേജ് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത്. പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിലും ഇപ്പോൾ ലഭിച്ച ആ ഒരു സീറ്റ് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സീറ്റാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ള രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് തൃപ്തരല്ല, അവിടെ സീറ്റ് കിട്ടിയാലും ഇനി നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് കരുതുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അവിടെ നിങ്ങൾക്ക് ഒരിക്കലും അഡ്മിഷൻ കിട്ടിയാലും, അതായത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായാലും അവിടെ കിട്ടിയാൽ അഡ്മിഷൻ എടുക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അവിടെ അഡ്മിഷൻ ഒന്നും എടുക്കേണ്ടതില്ല, അതായത് ടെമ്പററി ആയിട്ട് പോലും എടുക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷനുകൾ, അതായത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളെ പിന്നീട് വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ച ആ ഒരു ഓപ്ഷൻ ക്യാൻസൽ ആവും എന്നുള്ളത് മാത്രമാണ്
ഈ ഒരു രീതിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരല്ല, അത് ഇനി ഒരിക്കലും വേണ്ട എന്നാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കാം. റിമൂവ് അല്ല, ജസ്റ്റ് നിങ്ങൾ അഡ്മിഷൻ ഒന്നും എടുക്കാനൊന്നും പോവേണ്ടതില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷനുകളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. എന്നാൽ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുന്നതായിരിക്കും എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഫീസ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ ഏകദേശം 29ാമത്തെ പേജാണെന്ന് തോന്നുന്നു. അപ്പോൾ 29ാം പേജാണെന്ന് അറിയില്ല, ജസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് ഫീസ് ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ്, അതുപോലെ ക്യാപ്പ്, അതുപോലെ LBSന് കീഴിൽ വരുന്നത്, അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ എന്നിങ്ങനെയൊക്കെയുള്ള കോളേജുകളിലേക്കുള്ള ഫീസ് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നൽകിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒറിജിനൽ അഡ്മിഷൻ സ്ഥിരപ്രവേശനം എടുക്കാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ യൂണിഫോം ഫീസ്, PTA ഫണ്ട് എന്നിവ പൈസയായിട്ടും ബാക്കി ഫീസ് നിങ്ങൾക്ക് ATM വഴിയും, അതായത് ATM അല്ല ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ടും അടക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കാൻ പാർഷ്യൽ ക്യാൻസലേഷൻ ഓർ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻ എന്ന് പറഞ്ഞുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് നിലവിൽ കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അത് കിട്ടി, അതിനുശേഷം 3ാമത്തെ ഓപ്ഷൻ വേണ്ടെങ്കിൽ അതിനെ മാത്രം റിമൂവ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിനാണ് പാർഷ്യൽ ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷനെ മാത്രം റിമൂവ് ചെയ്യുന്നതിനെ ആണ് ഈ ഒരു പാർഷ്യൽ ക്യാൻസലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക, 4ാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു 4ാമത്തെ ഓപ്ഷനെ പിടിച്ച് 1ാമതായിട്ടും 1ാമത്തെ ഓപ്ഷനെ പിടിച്ച് 4ാമതായിട്ടും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതിനാണ് ഈ റീ അറേഞ്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ റീ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ആക്റ്റീവ് ഓപ്ഷൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ആക്റ്റീവായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ അപേക്ഷയിലുള്ള ആക്റ്റീവായിട്ടുള്ള ഓപ്ഷനുകൾ ഏതൊക്കെയാണ്, അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രിൻറ്റ് ആക്റ്റീവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകി ഓക്കെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പരിഗണിക്കുന്ന ഓപ്ഷനുകളെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷനുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഏകദേശം ജൂലൈ 18ാം തീയതി മുതൽ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു തൊട്ടടുത്തുള്ള ഏതെങ്കിലും നോഡൽ പോളിടെക്നിക് കോളേജിൽ കൗൺസിലിങ്ങിന് പങ്കെടുക്കുന്നതിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം ആ ഒരു കൗൺസിലിംഗ് സമയത്ത് കൃത്യമായിട്ട് പോയിട്ട് പങ്കെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഫീസ് അടച്ച് ആ ഒരു അഡ്മിഷൻ സ്ഥിരപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.